വയനാടിന്റെ ദേശീയ ഉത്സവമായി അറിയപ്പെടുന്ന വള്ളിയൂർക്കാവ് ഉത്സവം തുടങ്ങാൻ ഇനി ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ. എല്ലാ വർഷത്തെയും ഉത്സവ കാഴ്ചകളൊക്കെ ഇത്തവണയും കാവിലുണ്ടാകും. എന്നാൽ സാധാരണ പതിവില്ലാത്ത ഒരു ദൃശ്യവിരുന്ന് കൂടി ഇപ്രാവശ്യം ഉണ്ടാകും. എന്താണെന്ന് കണ്ടുവരാം. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ നിന്നുള്ള കാഴ്ചയല്ല, മാനന്തവാടി വള്ളിയൂർക്കാവിലെ ഉത്സവപ്പറമ്പിനോട് ചേർന്നൊരുക്കിയ സൂര്യകാന്തി പാടമാണ്. 2 ഏക്കർ സ്ഥലത്താണ് സൂര്യകാന്തി പൂക്കൾ തല ഉയർത്തി നിൽക്കുന്നത്. മഴുവഞ്ചേരിൽ വിനോദും ഭാര്യ ഷിബിനയും ചേർന്നാണ് ഉത്സവകാലം മുന്നിൽ കണ്ട് പൂപ്പാടമൊരുക്കിയത്. ശാസ്ത്രീയമായ ജലസേചന സൗകര്യമൊരുക്കി കൃഷിയിറക്കിയ ഹൈബ്രിഡ് സൂര്യകാന്തി വിത്തുകൾ 65 ദിവസം കൊണ്ടാണ് പൂത്തത്. ഉത്സവകാലത്ത് ടിക്കറ്റ് വെച്ച് ഫോട്ടോഷൂട്ടിന് പ്രവേശനം നൽകാനാണ് പദ്ധതി. ഇത് 65 ദിവസമാണ് ഇതിന്റെ കാലാവധി. 65 ദിവസം കൊണ്ട് ഇത് പൂക്കും. ഈ പൂ ഒരു മാസം നിൽക്കും. വള്ളിയൂർക്കാവ് 15 തൊട്ട് 28 വരെ ഇവിടെ പൂപ്പാടം ഉണ്ടായിരിക്കുന്നതാണ്. പ്രവേശനം വിധിച്ചിരിക്കുന്നത് 50 രൂപ ടിക്കറ്റ് ചാർജ്. അഡൽട്സ്, വലിയ ആൾക്ക്, ചെറിയ ആൾക്ക്, പിള്ളേർക്ക് 30 ടിക്കറ്റാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഗുണ്ടൽപേട്ടയിലെ പൂപ്പാടങ്ങളാണ് വിനോദിനും ഷിബിനയ്ക്കും പ്രചോദനമായത്. ഉത്സവകാലത്ത് പൂക്കുന്ന രീതിയിൽ കൃത്യമായ തീയതി നോക്കിയാണ് കൃഷി ഇറക്കിയത്. അത് ഗുണ്ടൽപേട്ടയിൽ പോയി കണ്ടപ്പോൾ അവിടെ നമ്മുടെ ഇവിടെ ഇതെങ്ങനെ ശരിയാവും എന്നുള്ള ഒരു തോന്നൽ. പിന്നെ ആൾക്കാരൊക്കെ അവിടം വരെ പോയി കാണുന്നുണ്ടല്ലോ, നമ്മളും അവിടം വരെ പോയപ്പോൾ ഇവിടെ ഇത് ഒരു ചെയ്താൽ എങ്ങനെയാവും എന്നുള്ളത്. ഒരുപാട് വെള്ളം ഒക്കെ നോക്കാനൊക്കെ ആയിട്ട് രാത്രികാലങ്ങളിലൊക്കെ ഇവിടെ വന്ന് കാവൽ നിന്ന് അങ്ങനെയാണ് ഇത്രയും. ഞങ്ങൾക്കും ഇത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, ആദ്യമായിട്ടുള്ളതായതുകൊണ്ട്. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് ഇതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ട്. പൂപ്പാടത്തിന് നടുവിൽ ജലധാരയും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിരവധി പേരാണ് പൂപ്പാടം കാണാനും ഫോട്ടോ എടുക്കാനും എത്തുന്നത്. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇവിടെ. സാധാരണയായി നമ്മൾ ഇത്തരം കാഴ്ചകൾ കേരള അതിർത്തി കടന്ന് കർണാടകയുടെ ഗുണ്ടൽപേട്ട് പോലുള്ള സ്ഥലങ്ങളിലാണ് കാഴ്ചയ്ക്ക് പോവാറ്. പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ മനസ്സിന് ഒരു കുളിർമയും വളരെ സന്തോഷവും നൽകുന്ന ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. ഈ വിരിഞ്ഞു നിൽക്കുന്ന പാടങ്ങളെന്ന് പറയുന്ന ഈ നാടിൻ്റെ ഒരു അഭിമാനമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ വലിയ അധ്വാനവും വലിയ സ്വപ്നങ്ങളും ഒക്കെ ഇതിൻ്റെ മുന്നിലുണ്ട്. ഇതെല്ലാം പൂവണിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. വളരെ സന്തോഷം ഇത് കണ്ടതിൽ. നമ്മളിപ്പോൾ വളരെ ദൂരെ യാത്ര ചെയ്ത് ഗുണ്ടൽപേട്ടയിലൊക്കെ പോയി യാത്ര ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവം ഈ സമീപ പ്രദേശത്ത് വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പൂപ്പാടം തേടി പലപ്പോഴും കർണാടക സ്റ്റേറ്റ് വരെ പോകേണ്ട ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ സമീപ പ്രദേശത്ത് എത്തി എന്നത് വളരെ സന്തോഷം. ഹൈടെക് രീതിയിലുള്ള കൃഷിക്ക് 4 ലക്ഷം രൂപയോളം ചെലവ് വന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്. ശരിക്കും നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ ഭംഗിയായിരിക്കും നേരിട്ട് പോയി കാണുമ്പോൾ, അല്ലേ? 2 ഏക്കർ സ്ഥലത്ത് സൂര്യകാന്തി ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് കാണും. നമുക്കൊന്ന് ചിന്തിക്കാം, അല്ലേ, എത്ര ഭംഗിയായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ തന്നെ ഒരുപാട് പേര് അങ്ങോട്ടേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എം കമൽ നമുക്കൊപ്പം ചേരുകയാണ്. കമൽ, നല്ല ഭംഗിയാണ് കാണാൻ. ഈ വള്ളിയൂർക്കാവ് ഉത്സവം ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള വയനാട്ടുകാരല്ലാത്തവർക്ക് ആ ഉത്സവത്തെക്കുറിച്ചൊന്നും അധികം അറിയില്ല. ആ ഉത്സവത്തെക്കുറിച്ചും ഈ പൂപ്പാടത്തെക്കുറിച്ചും ഒക്കെ കൂടുതലായി പറയൂ. വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമാണ് വള്ളിയൂർക്കാവ് ഉത്സവം. മീനം 1 മുതൽ 14 വരെ നടക്കുന്ന ഉത്സവത്തിൽ വയനാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ഗോത്രവിഭാഗത്തിലൊക്കെയുള്ള ആളുകൾ മുഴുവൻ അങ്ങോട്ട് ഒഴുകിയെത്തും. ഉത്സവപ്പറമ്പിൽ പണ്ട് കാലത്ത് വയനാട്ടിലെ ആളുകൾ സാധനം വാങ്ങാനൊക്കെ ആശ്രയിച്ചിരുന്നത് ഈ ഉത്സവകാലത്തെ ചന്തയാണ്. ഓരോ വർഷവും വരുന്ന ചന്തയിൽ നിന്നാണ് പല സാധനങ്ങളുമൊക്കെ വാങ്ങുക. ഇന്ന് ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കൂടി വലിയ രീതിയിലുള്ള തിരക്കും വലിയ രീതിയിലുള്ള വിപണനവും ഒക്കെ അവിടെ നടക്കും. അതോടൊപ്പം ഒരുപാട് ഉത്സവ കാഴ്ചകളുണ്ടാകും. സാധാരണ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന കാഴ്ചകൾ, യന്ത്രയൂഞ്ഞാൽ തൊട്ട് ചെറിയ ചെറിയ വിൽപ്പന വരെയൊക്കെയുള്ള എല്ലാ കാഴ്ചകളും ഉണ്ടാകും. അവിടെയാണ് ഒരു പുതിയ കാഴ്ച ഒരു കർഷകൻ ഒരുക്കിയിരിക്കുന്നത്. വിനോദും ഷിബിനയും ഗുണ്ടൽപേട്ടിൽ പോയി പൂപ്പാടമൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് ധാരാളം ആളുകൾ വണ്ടി വിളിച്ച് ഫോട്ടോ എടുക്കാൻ ഗുണ്ടൽപേട്ടിൽ പോകുന്നതും അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ആയിക്കൂടാ? അങ്ങനെയാണെങ്കിൽ ഉത്സവകാലത്ത് തന്നെ അങ്ങനെ ഒരു പൂപ്പാടം ഒരുക്കിക്കൂടാ എന്ന ചിന്തയിൽ നിന്നാണ് 2 ഏക്കർ സ്ഥലത്ത് ഇത്രയും മനോഹരമായി സൂര്യകാന്തി
വിരിഞ്ഞ നിൽക്കുന്നത്. അവർക്ക് അവിടെ അവരുടെ കുടുംബത്തിന് അവിടെ സ്ഥലമുണ്ട് ഉത്സവ പറമ്പിനോട് ചേർന്ന്. അത് മുൻപ് പേ ആൻഡ് പാർക്ക് ഒക്കെ ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അവിടെ ഒരു പുതിയ ബിസിനസ് ഐഡിയയും കൂടിയാണ് ഇപ്പോൾ സൂര്യകാന്തി കൃഷി എന്ന് പറഞ്ഞാൽ. അത് സൂര്യകാന്തിയുടെ എണ്ണയ്ക്കായി സൂര്യകാന്തി വിത്ത് വിൽക്കാനുള്ളത് മാത്രമല്ല, അത് പിന്നീട് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രധാനമായും ഫോട്ടോ എടുക്കുകയാണ് ഉദ്ദേശം. ആളുകൾക്ക് ഫോട്ടോഷൂട്ടിന് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അതിനുവേണ്ടി ടിക്കറ്റൊക്കെ വെച്ച് ഇന്നലെ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ വന്ന് അവിടെ ടിക്കറ്റ് വിൽപ്പനയൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മുതിർന്നവർക്ക് 50 രൂപയൊക്കെയാണ് ടിക്കറ്റ്. എന്തായാലും ഉത്സവകാലത്ത് അത് അവിടെ വലിയ തിരക്കുണ്ടാകുമെന്ന ഉറപ്പാണ്. കാരണം ഓണക്കാലത്തൊക്കെ വയനാട്ടിൽ ദേശീയപാതയോരത്തെ പാടങ്ങളിലൊക്കെ ഇത്തരത്തിൽ പൂപ്പാടം ഒരുക്കി ടൂറിസ്റ്റുകൾക്ക് ഫോട്ടോ എടുക്കാൻ സൗകര്യം ചെയ്യുമ്പോൾ വലിയ രീതിയിൽ തിരക്കുണ്ടാകാറുണ്ട്. ഒരു ഉത്സവ പറമ്പിനോട് ചേർന്ന് ഉത്സവകാലത്ത് ഇങ്ങനെ ഒരു പൂപ്പാടം വരുമ്പോൾ എന്തായാലും ആളുകൾ ഇടിച്ചു കയറും. 4 ലക്ഷം രൂപയോളം ഇതിനോടൊക്കെ ആ കൃഷിക്ക് ചെലവ് വന്നിട്ടുണ്ട്. ഹൈടെക് രീതിയിലാണ് ആ കൃഷി ഇറക്കിയിരിക്കുന്നത്. എന്തായാലും അതൊക്കെ തിരിച്ചു കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ കമൽ? എന്തായാലും നല്ലൊരു ബിസിനസ് ഐഡിയ തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ റീൽസിന്റെ ഒക്കെ കാലമാണ്. അപ്പോൾ റീൽസ് ചിത്രീകരിക്കാനും ഫോട്ടോഷൂട്ടിനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് അവിടെ എത്തും. പ്രത്യേകിച്ച് ഈ ഒരു ഉത്സവകാലത്ത് അവിടെ എത്തും എന്നതിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും സ്ക്രീനിലൂടെ ആണെങ്കിലും നമുക്ക് കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. വയനാട്ടുകാരൊക്കെ എത്രയും വേഗം അവിടെ പോയി ആ സൂര്യകാന്തി പാടമൊക്കെ ആസ്വദിച്ചോളൂ. ശരി.